സാക്ഷി സോൾ വിറ്റ്നസ് ക്രൈം സ്റ്റോറി നമ്പർ 2. ക്രൂരതയുടെ ഒരാണ്ട്. സഹോദരനുൾപ്പെടെ ഉറ്റവരായ 5 പേരെ നിഷ്കരുണം കൊലപ്പെടുത്തിയ സംഭവം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൊലക്കേസിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. 2025 ഫെബ്രുവരി 24-ാം തീയതി ഏകദേശം ഈ സമയമായി കാണണം. അഫാൻ തന്റെ ഉറ്റവരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. സാറേ, താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്നുള്ളതായിരുന്നു പോലീസിനോട് അഫാൻ പറഞ്ഞ തുറന്നു പറച്ചിൽ. പിന്നാലെ പോലീസ് പ്രതി ചൂണ്ടിക്കാണിച്ച ഓരോ വീടുകളിലേക്കും ചീറിപ്പായുന്നു. ഒന്നിനു പുറകെ ഒന്നായി 5 മൃതദേഹങ്ങളാണ് അന്ന് കണ്ടെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അഫാന്റെ കടബാധ്യതയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യം അമ്മയെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അമ്മ മരിച്ചു എന്ന് കരുതിയാണ് അഫാൻ പിതൃമാതാവായ സൽമ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നാലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഉമ്മുമ്മയെ തലക്കടിച്ച് കൊല്ലുന്നു. പിതൃ സഹോദരനെയും ഭാര്യയുമായിരുന്നു പിന്നീട് ലക്ഷ്യം. അവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം അഫാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ശേഷം കുഞ്ഞനിയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. സുഹൃത്തായ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തുന്നത്. പണയം വെച്ച സ്വർണം തിരിച്ചു ചോദിച്ചതാണ് സുഹൃത്തിനോടുള്ള ദേഷ്യത്തിന് കാരണം. എല്ലാ കൊലപാതകവും നടത്തിയതിനു ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്ന് വീടും ഗേറ്റും പൂട്ടിയതിനു ശേഷമാണ് അഫാൻ എലിവിഷവും കഴിച്ച പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യാശ്രമം നടത്തിയ അഫാൻ ഏറെ നാളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ അഫാൻ വിചാരണ തടവുകാരനായി ജയിലിലാണ്. കേസിൽ ഇതുവരെ വിചാരണ നടപടികൾ തുടങ്ങിയിട്ടുമില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് ഏറ്റെടുത്താൽ വിചാരണ ആരംഭിക്കുമെന്നാണ് വിവരം. 800 പേജുകളുള്ള കുറ്റപത്രത്തിൽ 140 സാക്ഷികളെയും 180 തൊണ്ടിമുതലുകളുടെ വിവരങ്ങളുമാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.